ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് കമാൻഡർ ഹൊസൈൻ സലാമി കൊല്ലപ്പെട്ടു. ഇറാന്റെ സൈനിക മേധാവി മുഹമ്മദ് ബഗേരിയും സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ഇറാൻ തലസ്ഥാനത്ത് കനത്ത ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയത്. അബ്ദുൾ റഷീദ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റഷീദ്, ഞാൻ ഏജൻസി വാർത്തകൾ നോക്കുകയായിരുന്നു. കനത്ത പ്രഹരമാണ്, കടുത്ത ആക്രമണമാണ്. പിജി, കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച ആശങ്കകൾ ശക്തമായിരുന്നു. ഏത് നിമിഷവും ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് അമേരിക്ക അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇറാൻ തലസ്ഥാനത്ത് നിന്ന് അമേരിക്കൻ പൗരന്മാരോട് മാറണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു, നിർദ്ദേശം നൽകിയിരുന്നു. അതനുസരിച്ച് അമേരിക്കയുടെ പൗരന്മാർ ഒട്ടേറെ പേർ തെഹ്റാൻ അവിടെ ഉള്ളവരൊക്കെ തന്നെ അവിടെ വിട്ടുപോവുകയും ചെയ്തിരുന്നു. ഈ ആക്രമണം ഏത് നിമിഷം ഉണ്ടാകുമെന്ന് ഇന്നലെ ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ ആക്രമണം ഉണ്ടായി. ഇസ്രയേൽ അതിശക്തമായ ഒരു വ്യോമാക്രമണം ഇറാന്റെ തലസ്ഥാന നഗരമായ തെഹ്റാനിൽ നടത്തിയിരിക്കുന്നു. 13 കേന്ദ്രങ്ങളിലെങ്കിലും ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയുള്ള തെഹ്റാൻ നഗരത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. 13 സ്ഥലങ്ങളിൽ അത്യുഗ്രമായ സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇസ്രയേലിൻ്റെ വിശദീകരണം പ്രധാനമായും ഇറാൻ്റെ ആണവോർജ്ജ പരിപാടികളെയും ആണവോർജ്ജ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം എന്നതാണ്. എല്ലാ കാലത്തും ഇസ്രയേൽ ആരോപിക്കുന്നത് ഇറാൻ ഒരു ആണവായുധം ഉണ്ടാക്കാനുള്ള രഹസ്യ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുവെന്നാണ്. ഇറാൻ എല്ലായ്പ്പോഴും ഇത് നിഷേധിച്ചിട്ടുമുണ്ട്. തങ്ങളുടെ ലക്ഷ്യം ഊർജ്ജ ആവശ്യങ്ങൾക്ക് മാത്രം ആണവോർജ്ജം ഉപയോഗിക്കുക എന്നതാണ്. ആയുധ ലക്ഷ്യമില്ല എന്ന് ഇറാൻ പറയുന്നു. ഇസ്രയേൽ അത് വിശ്വസിക്കുന്നില്ല. എന്തായാലും ഈ ആക്രമണം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരുന്നു. അത് സംഭവിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ വിപ്ലവ സേനയുടെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്, ഇറാനിലെ ഭരണത്തിൽ നിർണായക സ്വാധീനമുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ തലവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ ആണവോർജ്ജ പരിപാടികളുടെ മുൻ തലവൻ കൊല്ലപ്പെട്ടു. മുതിർന്ന ആണവ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാൻ വിപ്ലവ സേനയുടെ ആസ്ഥാനം തന്നെ ആക്രമിച്ച് തകർത്തു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. ഇത് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മേധാവി കൊല്ലപ്പെട്ട കാര്യം ഇറാനി മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ ടെലിവിഷൻ ധീര രക്തസാക്ഷിത്വം വരിച്ചു എന്ന തലക്കെട്ടോടു കൂടി ആ വാർത്ത ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ച് അതിശക്തമായ ഒരു തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. അതിൻ്റെ ഉന്നത സൈനിക നിരയിലെ, ഉന്നത നേതൃനിരയിലെ, ഉന്നത ശാസ്ത്ര നിരയിലെ ഒരു സംഘം ആളുകളെ ഇസ്രയേൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. ഈ ആക്രമണം ഔദ്യോഗികമായി ഇറാനെതിരെ ഉള്ള ആക്രമണം തങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായി ഇസ്രയേൽ ആണവ നിർവ്യാപനത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അതിന്റെ നിർവീര്യമാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ എന്ന് പറയുമ്പോഴും ഇത് നീളുമോ? എന്ത് സംഭവിക്കാം? ഇറാന്റെ പ്രതികരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇന്നലെ തന്നെ ഇറാൻ പറഞ്ഞിരുന്നു തങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഇസ്രയേൽ ഒരു പക്ഷേ അത് പ്രതീക്ഷിക്കുന്നുമുണ്ട് പിജി. കാരണം ഇസ്രയേലി നഗരങ്ങളിലെല്ലാം ഇപ്പോൾ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ തൽക്കാലം പുറത്തിറങ്ങരുത്, ജാഗ്രതാ സൈറണുകൾ മുഴങ്ങുന്നുണ്ട്, ആളുകൾ പുറത്തിറങ്ങരുത് എന്ന കർശന നിർദ്ദേശം പ്രധാനപ്പെട്ട എല്ലാ ഇസ്രയേലി നഗരങ്ങളിലും നൽകിയിട്ടുണ്ട്. നേരത്തെ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്താൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നു. ഇത്രയും ഉന്നതമായ ഒരു നിര കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ഒരു തിരിച്ചടി ഇറാനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഇന്നലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഈ സാഹചര്യം നീണ്ടുപോയേക്കാം, ഈ സംഘർഷം നീണ്ടുപോയേക്കാമെന്ന്. വിവിധ ലോക രാജ്യങ്ങളുടെ തലവന്മാരും ഇപ്പോൾ അതേ ആശങ്കയാണ് പങ്കുവെക്കുന്നത്. ഇറാന്റെ തിരിച്ചടി കൂടി ഉണ്ടാകുന്നതോടെ ഇത് സംഘർഷത്തിലേക്കോ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്കോ നീളാനുള്ള സാധ്യത ഇപ്പോൾ പലരും തള്ളിക്കളയുന്നുമില്ല പിജി. അതെ റഷീദ്, ബാഗ്ദാദിൽ നിന്ന് പോലും നയതന്ത്ര ഉദ്യോഗസ്ഥർക്കടക്കം കർശന നിർദ്ദേശം അമേരിക്ക നൽകിയതും ഇത്തരമൊരു സാഹചര്യം പ്രതീക്ഷിച്ച് തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ഇസ്രയേൽ ഇറാൻ സംഘർഷം ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കടക്കം നീളാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്.